ഫൈനലി ആൻഡ് ഒഫീഷ്യലി നമ്മുടെ മാർക്കോ സിനിമയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് നമ്മുടെ റിയാസ് ഖാൻ അടിച്ചു കയറി വായുടെ സീൻസും കാര്യങ്ങളൊക്കെ അവർ ഒഫീഷ്യലി തന്നെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണി മുകുന്ദനും റിയാസ് ഖാനുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീൻസ് ആണത്. സോ ലെറ്റ്സ് റിയാക്ട് മാർക്കോ ഡിലീറ്റഡ് സീൻ. ഉണ്ണിയുടെ സ്വാങ് ഒക്കെ കൊള്ളാലോ. ഇതാരാ? ഉണ്ണിയുടെ ഗേൾ ഫ്രണ്ടാണോ ആണെന്ന് തോന്നുന്നു. ഉണ്ണിയുടെ ഗേൾ ഫ്രണ്ടാണ്. ഉണ്ണി ഇതിനു മുമ്പേ ബുള്ളറ്റൊക്കെ എടുത്തല്ലേ മാർക്കോയിൽ പോയ ബുള്ളറ്റാണെന്ന് തോന്നുന്നു. അല്ല കാറില്ലേ? എന്തായാലും ആക്റ്റീവൊക്കെ എടുത്തിട്ട് അല്ല ആക്സസ് ഒക്കെ എടുത്താണല്ലോ ഉണ്ണി പോന്നേ. ഈ കുട്ടിയുടെ ആരോ മേത്തേരി പിടിച്ചെന്ന് തോന്നുന്നു. അബ്യൂസ് ചെയ്യാൻ ശ്രമിച്ചെന്ന് തോന്നുന്നു. ബസ്സിൽ വെച്ചാണ് അത്രേ. വണ്ടി കയറി വക്കീലിനെ തടിച്ചാക്കി പുള്ളി പോയി. ഉണ്ണി സിഗരറ്റ് വലിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക്. സിഗരറ്റ് വലിച്ച് പോലീസ് സ്റ്റേഷൻ പോകാൻ പറ്റുമോ? ഇല്ല. ഉണ്ണിയുടെ പുറത്തേക്ക് പെണ്ണുകൊണ്ടൊരു കയറ്. ആരാത്? ആരാ ഉണ്ണി അറിഞ്ഞ നോക്കട്ടെ. എന്താ പൊന്നോ റിയാസിക്ക, അടിച്ചു കയറി വാ. സിഗരറ്റ് വാങ്ങിയിട്ട് ചവിട്ടിയിട്ട് ഈ കേസ് ഞാൻ തീരുമാനം ഉണ്ടാക്കും. നമുക്ക് നോക്കാം. പിന്നെ ഈ മയിൽപ്പീലികളെ ഞാൻ മാജിസ്ട്രേറ്റ് എടുത്തുകൊണ്ടു. അവർ ജാമ്യത്തിൽ പോട്ടെ. ഇതൊന്നും അത്ര വലിയ തെറ്റല്ലല്ലോ മോളെ. ഇതൊന്നും അധികം തെറ്റല്ലല്ലോ മോളെ. തെറ്റാണോ ശരിയാണെന്ന് മാർക്കോ തീരുമാനിച്ചോളൂ. മോളുടെ വീട്ടില് 2 വീലറും 4 വീലറും ഉള്ളതല്ലേ? പിന്നെ എന്തിനാ ബസ്സിൽ കയറി അള്ളി പിടിച്ചോണ്ട് പോണത്? എന്താടാ ജാക്കി വെക്കാൻ വേണ്ടിയിട്ടാണോ പോണത്? എന്താ അങ്ങനെ പറഞ്ഞ് ഒരു കാര്യം ഉണ്ടാവില്ല ബസ്സിൽ പോകണമെന്ന്. 2 വീലറും 4 വീലറും ബെൻസും BMW ഉള്ള ആൾക്കാർ ബസ്സിൽ പോകണ്ടല്ലോ. എന്താ പോയിക്കൂടാ? ഇനി മേലെ ഇതാവർത്തിച്ചാൽ മാർക്കോ ആരാണെന്ന് നീ അറിയും. ഓ നീ പ്രതിയാണല്ലേ? ഇതൊന്നും വലിയ ഇഷ്യൂ ആക്കണ്ട മാർക്കോ. ഇനി ചന്തി തൊട്ടതും പിടിച്ചാണ് പ്രശ്നമെങ്കിലേ മോളെ എന്നാ എന്റെ പിടിച്ചോ. എന്നെ പിടിച്ചോ. എന്താ എന്നാ പിടിക്കണോ? അയ്യേ റിയാസിക്ക, എന്താ ഇത്? നിങ്ങളൊരു പോലീസുകാരനായിട്ട് എന്താ സ്റ്റേഷനിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പെരുമാറുന്നേ? വളരെ മോശം. മാർക്കോ റിയാസ്ക കിട്ടുന്ന പൊട്ടിച്ചു കൊടുത്ത് റിയാസ്ക വലത്ത് വീണ്. ഓ മാർക്കോ സിഗരറ്റ് ചവിട്ടി. റിയാസ് ഖാൻ അങ്ങനെ തന്നെ പിടിച്ചടിച്ച് പട്ടിക്കാനോട് അടിച്ച് ഫയലെല്ലാം പിടിച്ച് റിയാസ് ഖാൻ്റെ മോള്. പോലീസുകാർ വാടാ. അടിച്ച് കാല് വിളിച്ചല്ലോ. അയ്യോ ഗേൾ ഫ്രണ്ടിന് ഇരിക്കാൻ വേണ്ടി ചെയർ വരെ തള്ളി കൊടുത്ത്. ബോണ്ട് കണ്ട ഇങ്ങനെ അയക്കണടാ പയ്യന്മാരൊക്കെ. ഇങ്ങനെ ആവണം. ആ കറങ്ങിയുള്ള ഫൈറ്റ് അത് തന്നെ. പോലീസുകാരന്മാരൊക്കെ പറക്കിയാണല്ലോ. ചവിട്ടി കൂട്ടുകയാണ്. കൈയൊടിച്ച് മറ്റേ സീനിൽ മറ്റേ ഒരു തന്നെ കൈയൊടിച്ചിട്ട് എല്ലാം പുറത്ത് വരുന്നില്ല. അത് തന്നെ റിയാസ് കുത്തി. റിയാസ് ഖാനെ കറക്കി ഇറങ്ങി. റിയാസ് ഖാനെ കറക്കി നിലത്തിട്ട് കുത്തിയിട്ട് ഒരു നോട്ടം. ഓനെ ഗേൾ ഫ്രണ്ടിൻ്റെ ചിരി.
റിയാസ് അതൊരു എസ് ഒരു പോലീസുകാരനാണെന്നുള്ള പരിഗണന കൊടുക്കും മാർക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കുത്തി 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 ഓ ഗൾഫ്രണ്ടിൻ്റെ സന്തോഷം നോക്കിയേ സെല്ലിക്കാരി ബാക്കി എല്ലാം വരെ പിടിച്ച് പൊട്ടിക്കുന്നത്. അതെ വായിലേക്ക് കുത്തി കയറ്റിയേ എന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. മാർക്കോ റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഹനീഫ് അദനി, പ്രൊഡ്യൂസഡ് ബൈ ഷെരീഫ് മുഹമ്മദ്, എ രവി, ബസ്റൂർ മ്യൂസിക്കൽ. ആക്സസിൽ വരേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറയുകയാണെങ്കിൽ. അങ്ങനെ ഇത്രയും ബിൽഡപ്പുള്ള ഒരു ക്യാരക്ടർ ആക്സസിൽ വരിക എന്ന് പറഞ്ഞാൽ അത് ചളിയായിപ്പോയി. പിന്നെ പോലീസ് സ്റ്റേഷൻ ഫൈറ്റൊക്കെ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ആക്സസിലുള്ള സീൻസ് സ്കൂട്ടിയിൽ വന്നത് ക്യാരക്ടറിനെ ഡൗൺ ആയി കാണിച്ചു. കുഴപ്പമില്ല, അത്ര തന്നെ.